ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാൻഡ് സ്ലാം ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ്. ഗ്രാൻഡ് സ്ലാം ജേതാക്കളെ ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളാണ് ഉള്ളത്. അതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. അപ്പം ഈ 4 ടൂർണമെൻറ്റുകളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളാണ് നിലവിൽ ഉള്ളത്. അത് ആദ്യം നടക്കുന്നത് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഇനി രണ്ടാമതായിട്ട് നടക്കുന്നതാണ് ഫ്രഞ്ച് ഓപ്പൺ. അപ്പൊ ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമതായിട്ട് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ. അടുത്തതാണ് വിംബിൾഡൺ. അടുത്തത് ഏറ്റവും അവസാനമായി നടക്കുന്ന മത്സരമാണ് US ഓപ്പൺ. അപ്പൊ ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ ആൻഡ് US ഓപ്പൺ. ഇനി നമുക്ക് ഓരോ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും നോക്കാം. അപ്പൊ ആദ്യം ആയിട്ട് നോക്കുന്നത് വിംബിൾഡൺ പുരസ്കാരങ്ങളാണ്. വിംബിൾഡൺ 2026 വിംബിൾഡൺ ജേതാക്കളെ പഠിക്കാം. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ വിംബിൾഡൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ജേതാവായത് ജാനിക് സിന്നർ. പുരുഷ സിംഗിൾസിൽ ജേതാവായത് ജാനിക് സിന്നർ. ഇനി വനിതാ സിംഗിൾസിൽ ജേതാവായത് ലിൻഡ നോസ്കോവ. പുരുഷ വിഭാഗം ജേതാവായത് ജാനിക് സിന്നർ. വനിതാ വിഭാഗം ജേതാവായത് ലിൻഡ നോസ്കോവ. ഓക്കെ. ഇപ്പോ നിലവിൽ 2026 വിംബിൾഡൺ പഠിച്ചു കഴിഞ്ഞു. ഇനി 2025 വിംബിൾഡൺ ജേതാക്കളെ കൂടി പഠിക്കാം. 2025 വിംബിൾഡണില് പുരുഷ സിംഗിൾസ് വിഭാഗത്തില് ജേതാവായത് എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്, ജാനിക് സിന്നർ തന്നെയാണ്. അപ്പൊ 2026 2025 ജാനിക് സിന്നർ തന്നെയാണ് ജേതാവായത്. വനിതാ വിഭാഗം വ്യത്യാസമുണ്ട്. വനിതാ വിഭാഗത്തിൽ ജേതാവായത് ഇഗ സ്വിയാടെക്. വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക്. അപ്പൊ പുരുഷ വിഭാഗം ജാനിക് സിന്നർ, വനിതാ വിഭാഗം ഇഗ സ്വിയാടെക്. പിന്നെ വിംബിൾഡൺ 2026 2025 പുരുഷ സിംഗിൾസിൽ ലഭിച്ചത് ജാനിക് സിന്നറിനാണ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് 2026 വിംബിൾഡൺ ജേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി നോക്കാം. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2026. അതില് പുരുഷ സിംഗിൾസിൽ ജേതാവായത് കാർലോസ് അൽക്കാരസ്. പുരുഷ സിംഗിൾസിൽ ജേതാവായത് കാർലോസ് അൽക്കാരസ്. ഇനി വനിതാ സിംഗിൾസിൽ ജേതാവായത് എലീന റൈബാക്കിന. പുരുഷ സിംഗിൾസില് കാർലോസ് അൽക്കാരസ്, വനിതാ സിംഗിൾസില് എലീന റൈബാക്കിന. അപ്പൊ ഇതൊരു ചെറിയ കോഡ് വെച്ചിട്ട് പഠിക്കാം. ഓസിന് പുരുഷന് കാറ് കിട്ടുന്നു. അപ്പോൾ കാർലോസ് അൽക്കാരസ് എന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊ വനിതയുടെ കേസിലാണെങ്കിൽ റൈബാക്കിന എന്നതിൽ നിന്ന് റെയ്ബാൻ എന്ന് ഓർക്കാം. അപ്പൊ ഓസിന് വനിതയ്ക്ക് റെയ്ബാൻ ഗ്ലാസ് കിട്ടി. റെയ്ബാൻ ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അപ്പൊ അങ്ങനെ ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒന്ന് കണക്ട് ചെയ്യാം. ഓസിന് പുരുഷന് കാറ് കിട്ടി, ഓസിന് വനിതയ്ക്ക് റെയ്ബാൻ കിട്ടി. അപ്പോൾ വനിത എലീന റൈബാക്കിന, പുരുഷ സിംഗിൾസില് കാർലോസ് അൽക്കാരസ്. ഓക്കെ.
അപ്പൊ ഇതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 ജേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാക്കളെ കൂടി പഠിക്കാം. അതില് പുരുഷ സിംഗിൾസ് വിഭാഗത്തില് ലഭിച്ചത് ജാനിക് സിന്നറിനാണ്. പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നർ. വനിതാ വിഭാഗം ജേതാവ് വനിതാ വിഭാഗത്തിൽ ലഭിച്ചത് മാഡിസൺ കീസ്. പുരുഷ സിംഗിൾസില് ജാനിക് സിന്നർ, വനിതാ സിംഗിൾസില് മാഡിസൺ കീസ്. ഓക്കെ. ഇപ്പൊ 2025 പ്രത്യേകമായിട്ടുള്ളൊരു കോഡ് കിട്ടിയില്ല. ഓക്കെ. ഇനി അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇപ്പൊ 2 വിംബിൾഡണും നോക്കി, ഓസ്ട്രേലിയൻ ഓപ്പണും നോക്കി. അടുത്തതായിട്ട് ഫ്രഞ്ച് ഓപ്പൺ 2026. 2026 ഫ്രഞ്ച് ഓപ്പൺ ജേതാക്കളെ കുറിച്ച് പഠിക്കാം. അതില് പുരുഷ സിംഗിൾസിൽ ജേതാവായത് അലക്സാണ്ടർ സ്വരേവ്. പുരുഷ സിംഗിൾസിൽ ജേതാവായത് അലക്സാണ്ടർ സ്വരേവ്. അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രഞ്ചിലെ പുരുഷന്മാര് സ്വരം നല്ലതാണ്, അപ്പൊ സ്വരേവ് എന്ന് കണക്ട് ചെയ്യാം. വനിതാ വിഭാഗം ജേതാവായത് മിറ ആൻഡ്രീവ. വനിതാ വിഭാഗം ജേതാവ് മിറ ആൻഡ്രീവ. ഇപ്പൊ വനിതകളാണ് കൂടുതലും മിറർ ഉപയോഗിക്കുക, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം, മിറ ആൻഡ്രീവ. അപ്പൊ പുരുഷ സിംഗിൾസിൽ ജേതാവായത് അലക്സാണ്ടർ സ്വരേവ്. അതായത് ഫ്രഞ്ച് പുരുഷന്റെ സ്വരം വളരെ മനോഹരമാണ്. അലക്സാണ്ടർ സ്വരേവ്. പിന്നെ ഫ്രഞ്ചില് വനിതകളൊക്കെ എന്താണ് കൂടുതൽ മിറർ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ മിറ ആൻഡ്രീവ. അങ്ങനെ ചെറിയൊരു കോഡ് കൊണ്ട് ഇത് ഓർക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പൊ ഓപ്ഷനിൽ പേരുകൾ ഉണ്ടാവും. അപ്പൊ ചെറിയൊരു കണക്ഷൻ വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇനി 2025 ഫ്രഞ്ച് ഓപ്പൺ നോക്കാം. അതില് പുരുഷ സിംഗിൾസിൽ കിരീട ജേതാവായത് കാർലോസ് അൽക്കാരസ്. ഈ കാർലോസ് അൽക്കാരസ് ഇപ്പൊ പഠിച്ച കുറെ പേരുകളിൽ കാർലോസ് അൽക്കാരസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി വനിതാ സിംഗിൾസ് ജേതാവായത് കൊക്കോ ഗോഫ്. വനിതാ സിംഗിൾസിൽ ജേതാവായത് കൊക്കോ ഗോഫ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് കിട്ടി. വനിതാ സിംഗിൾസിൽ കിട്ടിയത് ആരാണ്? കൊക്കോ ഗോഫ്. ഓക്കെ. ഇനി ഇപ്പൊ ഇതുപോലെ തന്നെ ഫ്രഞ്ചിലത്തെ പുരുഷന്റെ കാറ് എന്ന രീതിയിൽ കാർലോസ് അൽക്കാരസ് ഓർക്കാം. പിന്നെ ഫ്രഞ്ച് വനിതയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കൊക്കക്കോളയാണ്. അപ്പൊ അതിൽ നിന്ന് വനിതാ സിംഗിൾസ് കൊക്കോ ഗോഫ് എന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ. ഇനി ഒരു ഓപ്പണും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, US ഓപ്പൺ. അപ്പൊ US ഓപ്പൺ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നടക്കുന്ന മത്സരമാണ്. ഇപ്പൊ 2026 US ഓപ്പൺ എന്ന് പറയുന്നത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നിലവിൽ നമുക്ക് 2025 US ഓപ്പൺ ആണ് പഠിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പൊ 2025 US ഓപ്പൺ ജേതാക്കളെ കുറിച്ച് നോക്കാം.
US ഓപ്പൺ 2025. അതിലാദ്യം തന്നെ പുരുഷ സിംഗിൾസിൽ ജേതാവായത് ആരാണ്? US ഓപ്പൺ കാർലോസ് അൽക്കാരസ്. അപ്പൊ US കാറിൽ പോയി, അപ്പൊ കാർലോസ് അൽക്കാരസ് എന്നോർക്കാം. ഇനി വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാണ്? വനിതാ സിംഗിൾസിൽ ജേതാവായത് ആര്യാന സബലേങ്ക. വനിതാ സിംഗിൾസിൽ ജേതാവായത് ആര്യാന സബലേങ്ക. അപ്പൊ ഇതില് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടുന്നില്ല. അപ്പൊ US കാറിൽ പോയി, അപ്പൊ US ഓപ്പൺ കാർലോസ് അൽക്കാരസ് പുരുഷ സിംഗിൾസ്. വനിതാ സിംഗിൾസിൽ കിരീടം ലഭിച്ചത് ആര്യാന സബലേങ്ക. അല്ലെങ്കിൽ വനിതകൾക്ക് കിരീടം ലഭിച്ചപ്പോൾ നമ്മൾ സഭാഷ് എന്ന് പറയുമില്ലേ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. സബലേങ്ക. വനിതാ വിഭാഗം ആര്യാന സബലേങ്ക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ 2026 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് പഠിച്ചു കഴിഞ്ഞു. അതില് ഇനിയുള്ളത് US ഓപ്പൺ മാത്രമാണ്. പിന്നെ 2025 കഴിഞ്ഞു. താങ്ക് യു.